ഹായ് അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ അവിൽ വെച്ചിട്ടാണ് നമ്മൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം ഉണ്ടാക്കിയിട്ടെടുക്കുന്നത്. 2-3 ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടാണ് നമ്മളൊരു പലഹാരം ഉണ്ടാക്കിയിട്ടെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. അതിന് വേണ്ടിയിട്ട് ചൂടായിട്ടുള്ളൊരു പാനിലേക്ക് 2 കപ്പ് അവിൽ പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അവിൽ വറുത്തിട്ട് പൊടിച്ചിട്ട് എടുത്തതാണ് കേട്ടോ. ആ ഒരു അവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയിൽ ഒരു 5-6 ഏലക്കായ കൂടി പൊടിച്ചെടുത്തിട്ടുണ്ട്. അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു അവിൽ നന്നായിട്ടൊന്ന് ചൂടായിട്ട് കിട്ടണം. അതുവരെ ഒന്ന് വറുത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതാ അതിൻ്റെ ശേഷം ഞാനിതാ 2 കപ്പ് തേങ്ങ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തതാണ്. അതുകൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ നമ്മൾ ചെറുകിയ പാടന്നെ ചേർത്ത് കൊടുക്കണ്ട. ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനിപ്പോൾ ഇതാ ഈ ഒരു അവിലും അതുപോലെ തന്നെ തേങ്ങയും നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കിട്ടണം. അപ്പോൾ ചെറുതായിട്ടൊന്ന് വറുത്തിട്ട് കിട്ടണം നമുക്കിത് കേട്ടോ. അപ്പോൾ അത്രയും നമുക്കിതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഒരു ചെറിയ തീയിലിട്ടിട്ട് തന്നെ മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ തേങ്ങയും അവിലും ഒക്കെ ഒന്ന് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് വറന്ന് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് ഒരു 4 ക്യൂബ് ശർക്കര 1 കപ്പ് വെള്ളത്തിലൊന്ന് മെൽറ്റാക്കിയിട്ട് എടുത്തതാണ്. അപ്പോൾ അരച്ചതിൻ്റെ ശേഷമാണ് ഞാൻ ഇത് ഒഴിച്ച് കൊടുക്കുന്നത്. അതിനിപ്പോൾ ലോ ഫ്ലെയിമിലേക്ക് ഇട്ടതിൻ്റെ ശേഷം നമുക്കിതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ അവിലായത് കൊണ്ടിട്ട് തന്നെ ഇത് ശർക്കരയിൽ വേഗം റെഡിയായിട്ട് കിട്ടും. അപ്പോൾ ഈ ശർക്കര അവിലും തേയിലൊക്കെ നന്നായിട്ടൊന്ന് റെഡിയായി കിട്ടിയതിൻ്റെ ശേഷം ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ നെയ്യ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കുക. നമ്മുടെ ഒരു പലഹാരം കഴിക്കുന്ന സമയത്ത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഈ നെയ്യ് കൂടി ഒഴിച്ചെടുക്കുമ്പോൾ. ഇനിയിപ്പോൾ ഏകദേശം നമ്മുടെ ഈ പലഹാരം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ വറ്റി റെഡി ആയിട്ടുണ്ട്. ശർക്കര മൊത്തത്തിൽ ഇതിലൊന്ന് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും മതി. ഇനിയിപ്പോൾ ഞാൻ ഗ്യാസ് ഒന്ന് ഓഫാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുപോലത്തെ ഒരു സ്ക്വയർ മോഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നെയ്യാണ് തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ നെയ്യ് തേച്ചെടുത്തതിൻ്റെ ശേഷം നമ്മുടെ ഈ ഒരു പലഹാരം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് അമർത്തി പ്രസ്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ സൈഡിലും റെഡിയാക്കിയിട്ടൊന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചൂടോടെയാണ് കേട്ടോ ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതേ ചൂടോടെ തന്നെ ഞാൻ ഇതുപോലെ ഒന്ന് കട്ടാക്കിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഏതൊരു വലുപ്പത്തിലാണ് ഏതൊരു ഓർഡറിലാണ് വേണ്ടത് ആ ഒരു മോഡലായിട്ട് നമുക്കിതുപോലെ ഒന്ന് കട്ടാക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ കട്ടാക്കിയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പലഹാരം എന്താ പറയുക ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്തിട്ട് പിന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈസി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിതാ ഇതുപോലെ ഒന്ന് കട്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ മേലേക്ക് ഓരോരോ കട്ടയുടെ മേലേക്കും ഞാൻ കാഷ്നട്ടും മുന്തിരി കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അതുകൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സൂപ്പർ ടേസ്റ്റിയാണ്, കാണാനും കഴിക്കാനൊക്കെ ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. ഈ വീഡിയോനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻ്റായിട്ട് അറിയിക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ ലൈക്കും അതുപോലെ തന്നെ ഷെയറും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ തീർച്ചയായിട്ടും കമൻ്റായിട്ട് അറിയിക്കുക. ഇൻഷാ അല്ലാഹ്. ഓക്കെ, ബൈ.